നമസ്കാരം. മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജൂലൈ മാസത്തിലെ തൽക്കാല ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ 12-ലെ വ്യാഴം, 8-ലെ ശനി, 7-ലെ രാഹു ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അത്ര അനുകൂലമായിട്ട് തോന്നുന്നില്ല. ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാം. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം തന്നെ കാലതാമസമോ തടസ്സമോ ഉണ്ടാകാൻ ഇടയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം അനുഭവപ്പെടാം. നന്നായി ആ പരിശ്രമം തുടരുക. നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ പലതും അനുഭവപ്പെടും. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ജോലി ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടുക, തൊഴിലിടത്ത് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതും ഉണ്ടായേക്കാം. സ്വന്തമായി പലവിധ ജോലികൾ ചെയ്യുന്നവരും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജോലി ഒരുവിധമെങ്കിലും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ നല്ല പരിശ്രമം വേണം. അശ്രദ്ധയുണ്ടായാൽ തൊഴിൽപരമായ എല്ലാ സാഹചര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥ വരാം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടായെന്ന് വരില്ല. ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയേറെ ചിന്തിച്ച് തന്നെ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പലവിധ ബുദ്ധിമുട്ടുകൾ വരാം. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നന്നായി പഠിച്ച് ചെയ്യുക. ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാം. കസ്റ്റമർമാരുമായുള്ള ബന്ധങ്ങൾ അത്ര നല്ലതല്ലാത്ത നിലയിലേക്ക് പോകാം. ബിസിനസ്സിൻ്റെ അളവ് കുറയാം. ഇതൊക്കെ ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യേണ്ടതാണ്. വിവാഹ ആലോചനകളിലും തടസ്സങ്ങൾ ഉണ്ടാകാം, നീണ്ടുപോകാം. എന്തായാലും പരിശ്രമം തുടരുക. കലാകായിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാർഷിക രംഗത്തും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ ഒരു തീർത്ഥാടനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി അതെല്ലാം ചെയ്യുക. സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഈ കർക്കിടക മാസത്തിൽ തന്നെ പരിഹാരം ചെയ്യുന്നതായാൽ വളരെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. എല്ലാ പ്രയാസങ്ങളും അകന്ന് വലിയ ഉയർച്ചയിലേക്ക് പോകാൻ വഴി തെളിയും.